ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് വഴിമാറി ഒഴുകുന്ന പുന്നപ്പുഴ വീണ്ടെടുക്കാനുള്ള പ്രവൃത്തികൾ എങ്ങും എത്തിയില്ല. പുഴയിൽ അടിഞ്ഞുകൂടിയ കല്ലും മണ്ണും നീക്കം ചെയ്യാൻ ആരംഭിച്ചെങ്കിലും ശാസ്ത്രീയ രീതികൾ അവലംബിക്കാത്തതിനാൽ പുഴയുടെ തീരം ഇപ്പോഴും അപകട ഭീഷണിയിലാണ്. 192 കോടി രൂപയാണ് ഗതിമാറി ഒഴുകുന്ന പുന്നപ്പുഴ വീണ്ടെടുക്കാൻ അനുവദിച്ചത്. എന്നാൽ അശാസ്ത്രീയമായ രീതിയിലാണ് പുഴയിലെ ചെളി മാറ്റുന്നത്. പുഴയുടെ നടുക്കു നിന്നും വരുന്ന ചെളിയും അവശിഷ്ടങ്ങളും പുഴയുടെ സൈഡിൽ തന്നെ നിക്ഷേപിക്കുകയാണ്. എന്നാൽ മണ്ണും കല്ലും വെറുതെ പുഴയുടെ ഇരുതീരത്തും ഇടുകയല്ലാതെ അവ ഉറപ്പിച്ചു നിർത്തുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ഇവ പുഴയിലേക്ക് തന്നെ ഒലിച്ചിറങ്ങിയിരുന്നു. എന്നാൽ പുന്നപ്പുഴയെ എത്രയും വേഗം വീണ്ടെടുക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഗവൺമെന്റ് പുന്നപ്പുഴ വൃത്തിയാക്കുന്നതിന് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ഊരാളുങ്കൽ സർവീസ് കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം അവർ പുഴ കോരി അതിനരികിൽ തന്നെ ആ മണലും മറ്റ് ചരലും കല്ലുകളും നിക്ഷേപിക്കുകയാണ്. വലിയ തോതിൽ വെള്ളം വരുമ്പോൾ അത് തിരിച്ച് പുഴയിലേക്ക് തന്നെ ഒഴുകുകയാണ്. ബെയിലി പാലത്തിന് സമീപത്തു നിന്നാണ് പ്രവർത്തികൾ ആരംഭിച്ചത്. ഊരാലുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നടത്തിപ്പ് ചുമതല. ബെയിലി പാലത്തിന്റെ സമീപത്ത് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയും ഭാഗികമായി തകർന്ന നിലയിലാണ്. ഇനി ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ കൂടുതൽ നാശനഷ്ടം നേരിടേണ്ടി വരുമെന്ന സാഹചര്യം കണക്കിലെടുത്താണ് പുഴയ്ക്ക് നിശ്ചിത വീതി കണക്കാക്കി പുഴ സംരക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മഴ കനക്കുന്നതിന് മുൻപ് തന്നെ പ്രവർത്തികൾ തീർക്കേണ്ടതുണ്ട്. ഇല്ലായെങ്കിൽ വീണ്ടും വൻ ദുരന്തം നേരിടേണ്ടി വന്നേക്കാം. ജനം, വയനാട്.